സി പി ജോൺ സൗമ്യനായിട്ടുള്ള നേതാവാണ് സി പി ജോൺ. ഇത്തവണ പലതവണ അദ്ദേഹം മത്സരിച്ചിരുന്നു, പക്ഷേ പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. CMPയുടെ നേതാവാണ്, CMPയുടെ ആകെയുള്ള ഒരു MLA ആണ് സി പി ജോൺ. ഇത്തവണ തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹം ജയിച്ചു കയറുന്നു. ഇത്തവണ ആദ്യ ജയത്തിൽ തന്നെ അദ്ദേഹത്തിന് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയിലേക്ക് ജോയിൻ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സി പി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സി പി ജോൺ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ അല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സി പി ജോൺ UDFന്റെ കരുത്തനായിട്ടുള്ള നേതാവ്. രാഷ്ട്രീയ രംഗത്ത് ഒപ്പമുണ്ടായിരുന്ന പലരും വളരെ നേരത്തെ തന്നെ നിയമസഭയിലും മന്ത്രിസഭയിലും എത്തിയെങ്കിലും കാത്തിരിക്കാനായിരുന്നു സി പി ജോണിന്റെ വിധി. 2011 കുന്നംകുളത്ത് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുന്നു. 16 വീണ്ടും ജനവിധി തേടിയെങ്കിലും പരാജയപ്പെടുന്നു. ഇടതുപക്ഷ പശ്ചാത്തലമുള്ള UDFകാരൻ എന്ന് അറിയപ്പെടാനാണ് സി പി ജോണിന് എന്നും ആഗ്രഹം. 1980-85 കാലത്ത് SFI സംസ്ഥാന അധ്യക്ഷനായി സംഘടനാ രംഗത്ത് ചൂടുറപ്പിക്കുന്നത്. പിന്നീട് SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായും സംസ്ഥാന സെക്രട്ടറിയായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീടാണ് CMP എന്നൊരു പാർട്ടി നിലവിൽ വരുന്നത്. നിലവിൽ UDF സെക്രട്ടറിയും 2014 മുതൽ തുടർച്ചയായി CMP ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. AK ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് ആസൂത്രണ ബോർഡ് അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഫിസിക്സിലും നിയമത്തിലും ഒക്കെ ബിരുദമുള്ള സി പി ജോൺ വളരെയധികം പ്രഗത്ഭനായിട്ടുള്ള നേതാവ് കൂടിയാണ്. ഇത്തവണ തിരുവനന്തപുരത്തു നിന്നും ഏകദേശം 9000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറുന്നത്. പാർട്ടിക്ക് UDFന് വേണ്ടിയിട്ട് തലസ്ഥാനത്ത് വെന്നിക്കൊടി പാറിക്കുവാൻ സി പി ജോണിന് സാധിക്കുന്നു. ഇത്തവണ ഒരു ഫുൾ ടൈം മന്ത്രി തന്നെയാണ് സി പി ജോൺ. സി പി ജോണിന് ഏതായാലും അത് അർഹിക്കുന്ന ഒരു പദവി തന്നെയാണ്. പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും UDFനൊപ്പം ഉറച്ചു നിന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്, നേതാവ് കൂടിയാണ് സി പി ജോൺ. ഏതായാലും സി പി ജോൺ അത് ഒരു വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് CMP പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. I now invite Shri AP Anil Kumar, Minister Designate, to take the oath of office and oath of secrecy. AP Anil Kumar, നമുക്കറിയാം വണ്ടൂരിൽ നിന്നും 25 വർഷമായി